മറുപടി പറയാൻ പറ്റും? എൻ്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രാഹുൽ ദാസ് ആരാന്നറിയണ്ടേ? നമ്മളെ കിച്ചു, കൊല്ലം സുധിയുടെ മൂത്ത മകൻ. അവരുടെ രണ്ടാനമ്മ എന്ന് തന്നെ പറയാം, അതായത് വളർത്തമ്മ. അച്ഛനൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ച വ്യക്തിയെന്ന് രേണുസുധി. ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. എന്തുവാകട്ടെ, ചിലപ്പം അതിനകത്ത് അസ്വാരസ്യങ്ങൾ കാണുമായിരിക്കും. ഇതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ പണത്തിന് പണം, ബാക്കിയുള്ള കാര്യത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നല്ല നിലയിൽ തന്നെയാണ് കിച്ചുവും രേണുസുധി പോയിരുന്നത്. പക്ഷേങ്കിൽ അതിനിടയ്ക്ക് കിച്ചു ഇങ്ങനെ പെരുമാറാൻ കാരണം ഇവളുടെ സബ്സ്ക്രിപ്ഷൻ അറിഞ്ഞത് കൊണ്ടാണ്. ഈ സബ്സ്ക്രിപ്ഷൻ്റെ കഥ ഇവളൊരു വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്താണെന്നും ഞാൻ പറഞ്ഞിന്. അത് അവനോട് ചോദിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയതെന്നും, തുടങ്ങുമ്പോൾ അവനൊന്നും എതിര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ ഗുഡ് എന്നെല്ലാം പറഞ്ഞിന് എന്നെല്ലാം ഇവളൊരു വീഡിയോയിൽ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ സബ്സ്ക്രിപ്ഷനിൽ എന്ത് തേങ്ങയാണ് നടക്കുന്നതെന്ന് കിച്ചുവിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ കിച്ചുവിന് അത് മനസ്സിലായത് മുതൽ കിച്ചുവിന് ഇവളോട് ഭയങ്കര വെറുപ്പ് തോന്നി തുടങ്ങി. മറന്നുകൊണ്ടും എല്ലാം ക്ഷമിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ പോകുന്നത്. അന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് പല കർത്തകകളും ചേർന്നു. അങ്ങനെ തന്നെ പറയും. ഈ വ്ളോഗർ, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പോവുക, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സ്ത്രീ എന്നെ ഈ അപമാനിക്കുന്നതും എന്നെ ഈ ദ്രോഹിക്കുന്നതും. ഇതെല്ലാം എൻ്റെ വളർത്തുമകനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിന്ന് പറയണം. ഇനി ഇതിൻ്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും, ഇതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻസ് കൊണ്ട് എന്നെ മൂടിയാലും, എന്നെ ശപിച്ചാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം. നിൻ്റെ വീട്ടുകാരൻ നിൻ്റെ കൂടെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നീ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം അവർ നല്ല നിലയിൽ തിന്നിട്ട് ജീവിക്കുന്നവരാ. അപ്പം ആ ഒരു കുടുംബക്കാർ എന്തായാലും നിൻ്റെ കൂടെ നിൽക്കൂ, മറ്റുള്ളവരെ കൂടെ നിൽക്കൂല. അപ്പം അവരുള്ള കാലം വരെ നീ താഴെ വീഴൂല. നിന്നെ താഴെ വീഴാൻ അവർ സമ്മതിക്കൂല. കാരണം എന്ന് വെച്ചാൽ നീ ഇനിയിപ്പം ക്യാൻസർ രോഗം ബാധിച്ചാൽ അത് മാറിക്കഴിഞ്ഞാൽ നീ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവർക്ക് നന്നായി അറിയാം. ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പം, ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. കുരു പൊട്ടാനാ? എനിക്കെന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17, ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ചു ഞാൻ മുന്നോട്ട് പോയതാണ്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകൻ്റെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട, അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽ ദാസ് മാത്രമല്ല സുധിക്ക് മകൻ, മൃദുൽ ദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും ആട്ടെ, അവർ കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു അവരെ. നിങ്ങൾ എൻ്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ രേണുവിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? ആ അമ്മയും മകനും ഇപ്പം മര്യാദയ്ക്ക് പോവല്ലേ ആ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഞാൻ എന്തായാലും എൻ്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല, നീ അവരെ വേണ്ട ഇവിടെ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ ഇഷ്ടം, അവൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ അവന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാൻ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചെങ്കിൽ ഞാൻ നല്ല കുറേ പാവം കമൻസ് വരും. അയ്യോ അവള് പാവം കൊണ്ടിട്ട് എനിക്ക് അരി മേടിക്കാൻ പറ്റുമോ? എനിക്ക് ആരും കൊണ്ട് തരുന്നുണ്ടോ? തരാമെന്ന് പറഞ്ഞു ഒരുപാട് പേര് ക്യാൻസർ ആയപ്പോൾ രേണുവിനെ സഹായിക്കും. ആര് തന്നേനോ തരാത്തേനോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത്, എനിക്ക് ആരെയും ഒന്നും വേണ്ട. ആരോടും ഞാൻ ചോദിക്കുന്നുമില്ല. എന്നിട്ട് നാളെ പറയാ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന എൻ്റെ പൈസ കൊണ്ടാണ്, അവള് ക്യാൻസർ വന്ന്. ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും തെറി കേട്ടിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയോണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അതും കള്ളത്തരമാന്ന് പറയുന്നു. അപ്പൊ ഈ സ്ത്രീ അന്ന് ആ വീട്ടിൽ വന്ന് കയറിയോണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവർക്ക് മുന്നേ എല്ലാം പറയുമ്പം രേണുസുധി പറയല് എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്.
ഇപ്പം കുറച്ചൊരു അഹങ്കാരം കൂടിയെന്നോ എന്നൊരു ചെറിയൊരു സംശയം എനിക്കില്ലാണ്ടില്ല. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഇവിടെ രോഗമൊന്നും ഇവർക്ക് ഓർമ്മയില്ല. അഭിമുഖത്തിൽ പല കുടുംബ പ്രശ്നങ്ങളാണ് എടുത്തിരുന്നത്. രോഗമൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ക്യാൻസർ ബാധിച്ചിട്ട് 3-4 കീമോ ചെയ്തിട്ട് ആണ് ഇവളിങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്. ഒരു കുടുംബത്തിന് നേരെ സ്വന്തം പിന്നെ എന്താ പറയുക കിച്ചുവിൻ്റെ മകനെതിരെ എല്ലാം ഇപ്പോൾ ഇവൾ ഷൗട്ട് ചെയ്യുന്നു. ഇപ്പോഴാണോ രേണുസുധിക്ക് രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഭർത്താവായി മാറിയത് കൊല്ലം സുധി. മറ്റേ വായിന്ന് എന്താ പറയുക എപ്പോഴും വായിന്ന് വീഴുന്നൊരു സംസാരമാണ് എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയാണ്, എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് പറയുന്ന രേണുവാണ് ഇപ്പം ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ രേണുസുധി പറയുന്ന ഒരു യൂട്യൂബർ പോയിട്ട് അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ യൂട്യൂബർ ഏതാണെന്ന് അവളേതായാലും വെളിപ്പെടുത്തിയിട്ടില്ല രേണുസുധി. അപ്പം പറഞ്ഞു വന്നപ്പം എനിക്കും മനസ്സിലായത് ആരാണെന്ന്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മളെക്കുറിച്ചിട്ട് ഒരാൾ പിന്നെ ഒരു മോശം പറയുമ്പം അത് മറ്റുള്ളവർക്ക് കേൾക്കുന്ന അവസരത്തിലൊരു പിന്നെ മറുപടി തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നടപടി ശരിയായിരിക്കണം. നമ്മളെ നടപടി ശരിയല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പം അവരെ കൂടെ ഒന്നിച്ച് ഇവരും കൂടെ പറയാൻ നിൽക്കും. അല്ലാണ്ട് നമ്മളവിടെ നല്ലത് പറയില്ല. അപ്പം നമ്മളെ നല്ലത് പറയണമെങ്കിൽ നമ്മളെ നടപ്പും പ്രവൃത്തിയും നല്ലതായിരിക്കണം. എന്നെങ്കിലും മാത്രമേ നമ്മളൊരാൾ കുറ്റപ്പെടുത്തുന്ന അവസരത്തിൽ അത് തിരിച്ചും മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കൂലൂ.